ഹായ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴയിലെ പൂങ്കാവിലാണ്. പൂങ്കാവ് പള്ളിയിൽ ദുഃഖവെള്ളിയാഴ്ചയിലെ കാഴ്ചകൾ കാണിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇന്നലെ വൈകിട്ട് പെസഹ വ്യാഴാഴ്ച ഇന്നലെ വൈകിട്ടത്തെ കാഴ്ചകൾ ദീപക്കാഴ്ചയാണ്. അതൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് വീഡിയോയിൽ. അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ദീപക്കാഴ്ച ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിൻ്റെയും നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ധാരാളം ആൾക്കാരാണ് ഇവിടെ വന്ന് വിളക്ക് തെളിക്കുന്നത്. ഈ കാണുന്ന ഭാഗം ദീപക്കാഴ്ച തുടങ്ങുന്ന ഭാഗമാണ്. ഇത് നമ്മുടെ പള്ളിയുടെ മുൻഭാഗത്തായിട്ട് റെയിൽവേ ട്രാക്കുണ്ട്. ആ ട്രാക്കിൻ്റെ അവിടെ നിന്നുമാണ് പടിഞ്ഞാട്ട് ഭാഗത്തേക്കാണ് നമ്മളുടെ ദീപക്കാഴ്ച ആരംഭിക്കുന്നത്. ആദ്യമേ തന്നെ ഇങ്ങനെ റൗണ്ടിലുള്ള കുറച്ച് വിളക്കുകളുണ്ട്. അവിടെയാണ് വിളക്ക് കത്തിച്ചതിന് ശേഷം അവിടെ നിന്നാണ് പിന്നെ മുൻപോട്ടുള്ള പല എനിക്ക് തോന്നുന്നു ഒരു 10-12 ലൈനിൽ എനിക്ക് തോന്നുന്നു ആൾക്കാർ ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു. അവിടെ വീതി അത്തരം സ്ഥലങ്ങളിൽ ഈ ദീപക്കാഴ്ച കാണുവാനായിട്ടേ ഇതിന് ചുറ്റിനും ധാരാളം ആൾക്കാർ കൂടി നിൽപ്പുണ്ട്. കാര്യം അകത്തേക്ക് ആൾക്കാരെ കയറ്റി വിടത്തില്ല. 8 മണി സമയം കഴിയുമ്പോൾ ഇവിടെ നമ്മുടെ ദീപക്കാഴ്ച ആരംഭിക്കും. എന്നാലും ഒരു 11, 11:30, 12 മണി സമയങ്ങളിൽ വരെ ആൾക്കാർ വിളക്കുമായിട്ട് വന്ന് ഇവിടെ നിലത്തിരുന്ന് എണ്ണ ഒഴിച്ച് ദീപങ്ങൾ കത്തിക്കാറുണ്ട്. നോക്കിയേ, പള്ളിയുടെ മുറ്റം ഫ്രണ്ട് ഭാഗം നിറച്ചും ആൾക്കാരായി. ഇപ്പോൾ സ്ഥലമില്ല. ആൾക്കാർ വന്നാൽ ഇപ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലും ഗ്യാപ്പ് കിട്ടിയാൽ മാത്രമേ അങ്ങോട്ട് കയറിയിരിക്കാൻ പറ്റത്തുള്ളൂ. അത്രയ്ക്കും തിരക്കാണ് ഇവിടെ. ഇത് ഇങ്ങനെ പോയെന്നാൽ നേരം വെളുക്ക് ഏകദേശം ഒരു 4, 4:30, 5 മണി സമയങ്ങളിൽ കുറേ ആൾക്കാർ ഇവിടുന്ന് പോകും. പിന്നെ നേരം വെളുത്തുന്നാലും ഉച്ചയ്ക്കും ഒക്കെ ആൾക്കാർ ഇരിപ്പുണ്ട്. ഞാനത് വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്ത് ഞാൻ കാണിച്ചു തരാം. ഉച്ച സമയത്ത് ആൾക്കാരിരുന്ന് വിളക്ക് തെളിയിക്കുന്ന ആ ഭാഗങ്ങളൊക്കെ. ഈ പെസഹ വ്യാഴാഴ്ചയുടെ ഈ ദീപക്കാഴ്ചയുടെ ചരിത്രം ഞാനൊന്ന് അന്വേഷിച്ച് നോക്കി. അപ്പോൾ ഞാൻ അറിഞ്ഞത് ഈ പ്രദേശത്തുള്ളവരൊക്കെ നമ്മുടെ നാട്ടിലുള്ളവരെല്ലാവരും പണ്ട് മരച്ചക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മരച്ചക്കിലാണ് എണ്ണ ആട്ടിക്കൊണ്ടിരുന്നത്. ഈ പൂങ്കാവ് പ്രദേശത്ത് മരച്ചക്ക് ഉപയോഗിക്കുന്ന ധാരാളം വീടുകളുണ്ടായിരുന്നു. അവരുടെ ആ എണ്ണയാണ് ഈ ദീപക്കാഴ്ചയ്ക്കായിട്ട് പെസഹ വ്യാഴാഴ്ച രാത്രിയിൽ ഉപയോഗിക്കുന്നത്. ആ എണ്ണ ഇങ്ങനെ ദീപം കത്തിച്ച് കഴിയുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന കരിയും ആ ചൂട് എണ്ണയും ഒക്കെ നമ്മുടെ അസുഖം ഉള്ള നമ്മുടെ ശരീരഭാഗങ്ങളിൽ കൈകൊണ്ട് തൊട്ട് തൂക്കുമ്പോൾ നമുക്ക് രോഗസൗഖ്യമൊക്കെ ലഭിക്കും. അങ്ങനെയുള്ള ഒരു ചരിത്രമാണ് ഇതിനുള്ളതെന്നാണ് ഞാൻ അറിഞ്ഞത്. ഈ രാത്രികാലങ്ങളിൽ നിലവിളക്ക് കത്തിക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് നേർച്ച ഉണ്ടാകും. അപ്പോൾ അവർ ചെയ്യുന്നത്, അവർ രാവിലെ വന്നിട്ട് പകൽ വന്ന് പള്ളിയുടെ മോണ്ടളത്തിൽ വലിയ നിലവിളക്ക് ഇരിപ്പുണ്ട്, കത്തിച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് അവർ വാങ്ങിച്ചുകൊണ്ടിരുന്ന എണ്ണ ഒഴിച്ച് അങ്ങനെയാണ് അവരുടെ ആ നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുന്നത്. ഇതുകൂടാതെ ഇവിടെ വേറെയും ചില നേർച്ചകളൊക്കെ ഉണ്ട്. മുട്ടിൽ നിരങ്ങി നീങ്ങുന്നത്, പിന്നെ തലയിൽ ഇഷ്ടിക ചുമന്നുകൊണ്ട് പോകുന്ന നേർച്ച, പിന്നെ തലയണ കൊടുക്കുന്ന നേർച്ചകൾ, അങ്ങനെ പല പല നേർച്ച കാഴ്ചകൾ ഇവിടെ ഉണ്ട്. ആലപ്പുഴ ടൗണിനോട് അടുത്ത് വരുന്ന പ്രദേശമാണ്. എനിക്കൊന്ന് ആലപ്പുഴ ടൗണിലേക്ക് ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. ഇവിടെ ട്രെയിൻ മാർഗം വരാം, ബസ് മാർഗം വരാം. എല്ലാം നല്ല സൗകര്യമുള്ള ഒരു സ്ഥലമാണ്. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് പെസഹ വ്യാഴാഴ്ചയിലെ ആ ദീപക്കാഴ്ചയുടെ കാര്യങ്ങളാണ്. ഇനി ദുഃഖവെള്ളിയാഴ്ചത്തെ കാഴ്ചകളിലേക്ക് പോകാം. ഈ കാണുന്നത് ആൾക്കാർ നേർച്ചയിടാൻ പോകുന്ന കാഴ്ചകളാണ്. നേർച്ചയിടാനായിട്ട് ക്യൂ നിൽക്കുകയാണ്. എനിക്കൊന്ന് പള്ളിയുടെ മോണ്ടലത്തിൽ നിന്ന് ഏകദേശം ഒരു 300 മീറ്റർ നീളത്തിലാണ് പന്തലിട്ടേക്കുന്നത്. ഇതിനകത്താണ് ആൾക്കാർ ക്യൂ നിൽക്കുന്നത്. അതുകൂടാതെ പന്തലിന് വെളിയിലും നല്ല വെയിലത്ത് ആൾക്കാരിങ്ങനെ ക്യൂ നിൽക്കുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ സമയം ഒരു 11 മണി സമയമായിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ നല്ല തിരക്കുണ്ട്. ഉച്ച കഴിയുന്തോറും തിരക്ക് കൂടിക്കൊണ്ടേയിരിക്കും. ഈശോയുടെ പാസ്കൽ രൂപം ഈ പള്ളിയുടെ മോണ്ടളത്തിലാണ് കിടത്തിയിരിക്കുന്നത്. അവിടെ നേർച്ചിടാൻ വേണ്ടിയാണ് ആൾക്കാർ ക്യൂ നിൽക്കുന്നത്. അപ്പോൾ ഈ പ്രദേശത്തുള്ള ചുറ്റുപാടുമുള്ള ആൾക്കാരെല്ലാവരും പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ കാണുന്നതാണ് ഈ പള്ളിയുടെ ദേവാലയത്തിൻ്റെ ഉൾവശം. ധാരാളം ആൾക്കാർ ഇവിടെയുണ്ട്. ഇവിടെയാണ് അടിമ കൊടുക്കുന്ന സ്ഥലങ്ങൾ, നേർച്ച കൊടുക്കുന്നതൊക്കെ. അതായത് പാസ്കൽ രൂപത്തിനോട് നേർച്ചയിട്ടിട്ട് പള്ളിയുടെ ഉള്ളിലേക്ക് കയറി നേർച്ച വാങ്ങിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോവുക, അടിമ വയ്ക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ രീതി. അതുകൂടാതെ കച്ച കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. ധാരാളം കച്ചകൾ ഇവിടെ കിട്ടും. ദുഃഖവെള്ളിയാഴ്ച പള്ളിയുടെ ഓരോരോ തിരുക്കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് കച്ചകൾ. ഈ പകൽ സമയങ്ങളിലും ഈ പള്ളിയുടെ മോണ്ടളത്തിലെ നിലവിളക്ക് കെടുത്താറില്ല. പകലും ആൾക്കാർ എണ്ണ ഒഴിക്കും, ഇങ്ങനെ കത്തിച്ചുകൊണ്ടേയിരിക്കും. ഈ കാണുന്നതാണ് ഈശോയുടെ പാസ്കൽ രൂപം. നല്ല രീതിയിൽ മുല്ലപ്പന്തൽ ഒക്കെ അലങ്കരിച്ച് അതിൽ കിടത്തിയിരിക്കുന്ന രൂപം. ഇനി ഒരു 2 മിനിറ്റ് പള്ളിക്കകത്തെ പ്രാർത്ഥനയും പാട്ടുകളും ഒക്കെ നമുക്ക്
ശ്രദ്ധിക്കാം. ഞാൻ ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞില്ലേ, രാത്രിയിൽ വിളക്ക് കത്തിക്കാത്ത കുറേ ആൾക്കാർ രാവിലെയും പകൽ സമയങ്ങളിലും വരുമെന്ന്. അവരാണ് ഇരിക്കുന്നത്. രാത്രിയിൽ വന്ന് ഉറക്കം നിന്ന് വിളക്ക് കത്തിക്കാൻ സാധിക്കാത്ത അസുഖമുള്ളവരൊക്കെ ഉണ്ടല്ലോ, ഉറക്കം നിൽക്കാൻ പറ്റാത്തവർ, അവരൊക്കെ വന്ന് പകൽ വന്ന് വിളക്ക് കത്തിക്കും. ഇങ്ങനെ അവർ കൊണ്ടുവരുന്ന എണ്ണ തീരുന്നത് വരെ പകൽ എണ്ണ ഒഴിച്ച് കത്തിച്ചുകൊണ്ടേയിരിക്കും. ഇത് കണ്ടോ, ഒരു ചേട്ടൻ ഒറ്റയ്ക്ക് പള്ളിയുടെ മുൻഭാഗത്ത് നിലവിളക്കും കത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോരോ നേർച്ച കാഴ്ചകളാണ് അതൊക്കെ. ഈ കാണുന്നതാണ് പള്ളിയുടെ മോണ്ടളത്തിലിരിക്കുന്ന 5 തട്ടുകളുള്ള കൽവിളക്ക്. ഇവിടെയും ധാരാളം ആൾക്കാർ എണ്ണ ഒഴിക്കും. കണ്ടോ, പകൽ സമയങ്ങളിൽ ആൾക്കാർ ഇവിടെ എണ്ണ ഒഴിക്കാനുള്ള ക്യൂവും തിരക്കും എല്ലാം ഉണ്ട്. പൊതുവേ പൂങ്കാവ് പള്ളിയിലെ കാര്യം പറയുവാണെങ്കിൽ ഈ വിളക്ക് കത്തിക്കുന്നതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇവിടെ വരുമ്പോൾ എല്ലാ സ്ഥലത്തും വിളക്കുകൾ കത്തിച്ചുള്ള ആ ഒരു നേർച്ച കാഴ്ചകൾ നടക്കുന്നു. ഇത് കണ്ടോ, ഇപ്പോൾ കുറച്ച് സമയം കൂടി ആയതുകൊണ്ട് പിന്നെയും ആൾക്കാരുടെ നീണ്ട ക്യൂവും നീണ്ട നിരയുമായി. ഉച്ച കഴിയുമ്പോഴാണ് ഇവിടുത്തെ നഗരി കാണിക്കലിൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. കഴിഞ്ഞ വർഷം ഞാൻ ആ നഗരി കാണിക്കലിൻ്റെ വീഡിയോ എടുത്തായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ആ നഗരി കാണിക്കലും കാണുവാൻ സാധിക്കും. ഇത്രയും ജനങ്ങൾ ഈ ദേവാലയത്തിൽ ദുഃഖവെള്ളിയാഴ്ച വരുന്നുണ്ടെങ്കിലും ആർക്കും ഇവിടെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു സത്യം. അതിന് നന്ദി പറയേണ്ടത് നമ്മളുടെ ഇടവക വികാരി അച്ഛൻ്റെ കീഴിലുള്ള അച്ഛൻ്റെ വികാരിമാർ, പിന്നെ വരുന്ന കമ്മിറ്റി അംഗങ്ങൾ, വോളണ്ടിയേഴ്സ്, അവർക്കെല്ലാവർക്കും ഞാൻ ഒരു നന്ദി അർപ്പിക്കുകയാണ്. കാര്യം നല്ല രീതിയിലുള്ള ആ ഒരു കമാൻഡിങ് ആണ് കൊടുക്കുന്നത്. ഇനി പറയേണ്ടത് ഇവിടുത്തെ നേർച്ചക്കഞ്ഞിയെക്കുറിച്ചാണ്. രാത്രി മുതൽ പെസഹ വ്യാഴാഴ്ച രാത്രി മുതൽ കഷ്ടപ്പെടുന്ന ധാരാളം ആൾക്കാരുണ്ട് ഇവിടെ. അവർ വരുന്ന ആൾക്കാർക്ക് വേണ്ടി നല്ല കഞ്ഞിയും നല്ല മാങ്ങാച്ചാറും ഉണ്ടാക്കി വയ്ക്കുന്നു. അത് മൺചട്ടിയിലാണ് കൊടുക്കുന്നത്. മൺചട്ടിയിൽ നല്ല ചൂട് കഞ്ഞി. വരുന്നവരെല്ലാവരും തന്നെ അത് കഴിക്കും. ഈ കാണുന്നതാണ് കഞ്ഞി വയ്ക്കുന്ന ആ സ്ഥലം. നോക്കിക്കേ, വിറകിൽ അടുപ്പ് കൂട്ടി വിറകിൽ നല്ല കഞ്ഞി ഉണ്ടാക്കുന്നു. ഇതിലെന്തോരം പേരാണ് കഷ്ടപ്പെടുന്നത്. ഈ ഇടവക ജനങ്ങളെ നമ്മൾ സമ്മതിക്കണം. കാര്യം അവരുടെ ആ ഒരു കഷ്ടപ്പാടിനെ നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഈ ഇരിക്കുന്ന ചേട്ടന്മാരെ കണ്ടോ, ഇവരൊക്കെ ഇന്നലെ രാത്രി മുതൽ കഷ്ടപ്പെടുന്ന ചേട്ടന്മാരാണ്. അവർ കഞ്ഞി വെച്ച് ചൂടെല്ലാം കൊണ്ട് ഇങ്ങനെ അല്പസമയം വിശ്രമിക്കുന്ന ഒരു സമയമാണത്. ഞാൻ പറഞ്ഞ റെയിൽവേ ട്രാക്കാണ് പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന്. കഞ്ഞി കൊടുക്കുന്ന സ്ഥലവും ഈ റെയിൽവേ ട്രാക്കിന് അടുത്ത് തന്നെയാണ്. ഈ ദുഃഖവെള്ളിയാഴ്ച കഞ്ഞി വയ്ക്കുന്നതിനുള്ള അരിയും അതുപോലുള്ള സാധനങ്ങളും തേങ്ങായും അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾക്കുമൊക്കെ സ്പോൺസർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്കും ഒക്കെ കൊടുക്കാൻ പറ്റും നേർച്ചയായിട്ട്. അതൊരു വലിയ പുണ്യം കൂടിയാണ്. ഇവിടുത്തെ വേറെ ഒരു സത്യമെന്ന് പറഞ്ഞാൽ ഈ വരുന്നവർക്ക് എല്ലാവർക്കും കഞ്ഞി കിട്ടും. ധാരാളം ആൾക്കാരാണ് ഇവിടെ വരുന്നത്. ആരും വിശന്ന് പോകത്തില്ല. അതാണ് അതിൻ്റെ ഉച്ച സമയത്ത് നല്ല കഞ്ഞി കിട്ടും നമുക്ക്. ഇപ്പോൾ ഏകദേശം ഒരു 11:30-12 മണി സമയമായി. ഇപ്പോഴും കണ്ടോ വാർപ്പിൽ വെള്ളം നിറയ്ക്കുന്നത് അരിയിടാൻ വേണ്ടി. അങ്ങനെ ഏകദേശം ഒരു 2 മണി വരെ ഇങ്ങനെ അരിയിട്ട് ഇങ്ങനെ കഞ്ഞിയാക്കിക്കൊണ്ടിരിക്കും ഇവിടെ. കണ്ടോ, തിളച്ച് വരുന്ന കഞ്ഞി. ആൾക്കാരെല്ലാം പോവുകയാണ് കഞ്ഞി കുടിക്കാൻ വേണ്ടി.
കണ്ടോ, ഇവിടുന്ന് ഇങ്ങനെ ചെറിയ ബക്കറ്റിനകത്ത് കഞ്ഞി പകർത്തി അവിടെ ആൾക്കാർ നിൽക്കുന്ന ആ ഒരു കൗണ്ടറിൽ, ബൊഫെ പോലെയാണ്, ആ കൗണ്ടറിൽ കൊണ്ട് ഒഴിച്ചു കൊടുക്കും കുറേശ്ശെ. കണ്ടോ, 2 പേര് പിടിക്കുന്ന രീതിയിലുള്ള ആ ബക്കറ്റിൽ. ഇതെല്ലാം ഈ കാണുന്നതെല്ലാം ആൾക്കാർ കഞ്ഞി കുടിക്കുന്ന തിരക്കാണ്. അവിടെ ഇരിക്കാൻ സ്ഥലം ഉണ്ടാകത്തില്ല, എന്നാലും മൺചട്ടി ആയതുകൊണ്ട് കൈയൊന്നും പൊള്ളത്തില്ല, സ്പൂൺ ഉണ്ടാകും. ആൾക്കാർ കയ്യിൽ പിടിച്ച് തന്നെ ആ കഞ്ഞി കുടിക്കും. ധാരാളം തിരക്കായിരിക്കും അവിടെ, എന്നാലും എല്ലാവർക്കും കഞ്ഞി കുടിച്ച് പോകാൻ പറ്റുന്ന ആ ഒരു സ്ഥലമാണ്.